ആഹ് നമസ്കാരം. ആം, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ സുഹൃത്തായ സ്വീറ്റി ബെർണാഡ് ചേച്ചിയാണ്. നമ്മൾ ഇന്ന് ക്യൂർ പ്രൈഡ് 3 എന്നുള്ള രീതിയിൽ അല്ല, സോറി, ക്യൂർ ക്ലബ് 3 എന്ന ഇവൻ്റ് സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള ഒരുപാട് പേർക്ക് ആം, അവരുടെ ആരോഗ്യം എങ്ങനെ പരിപാലിക്കണം, അവരുടെ ശരീരത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടണം, അതിനെക്കുറിച്ചും അതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വശങ്ങളെക്കുറിച്ചും ഒന്നും അറിയില്ല. അപ്പം ഇതിങ്ങനെ സംശയങ്ങളായിട്ട് ഇങ്ങനെ അവരവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി പോവുക എന്നല്ലാതെ ആഹ് ഇതിനെക്കുറിച്ച് പബ്ലിക്കായിട്ടൊരു ചർച്ച വരുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കമ്മ്യൂണിറ്റി തന്നെ ഇത് സംസാരിക്കണം. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ സ്വീറ്റി ചേച്ചിയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. സ്വീറ്റി ചേച്ചിയുടെ അനുഭവത്തിൽ എന്താണ് നമ്മൾ കൂടുതലായി സംസാരിക്കേണ്ടത്? സ്വീറ്റി ചേച്ചി പറയും. നമസ്കാരം എല്ലാവർക്കും. ഞാൻ സ്വീറ്റി ബെർണാഡ്. ആദ്യമേ ഈ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു ഇവൻറ്റിലേക്ക് വിളിച്ചതിൽ നന്ദി. എല്ലാവരോടും നിലവിൽ കമ്മ്യൂണിറ്റികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പലർക്കും ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നൊരു സംഭവം. അതും പിന്നെ മറ്റുള്ളവരിലേക്ക് അവെയർ ആവാത്തൊരു സംഭവമുണ്ട്. അത് സിസ്ജെൻഡർ മനുഷ്യരിലേക്കുള്ള കൺഫ്യൂഷൻസ്. അതുകൂടാണ്ട് നമ്മളുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്കാണെങ്കിലും ക്യൂർ മനുഷ്യർക്കാണെങ്കിലും ഒത്തിരി ഗെയ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്നോട് പേഴ്സണലി എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എന്താണ് ട്രാൻസ്ജെൻഡർ, അല്ലെങ്കിൽ നിങ്ങൾ ഫീമെയിലായി അല്ലെങ്കിൽ ട്രാൻസ് വുമണായി അല്ലെങ്കിൽ ട്രാൻസ് സെക്ഷുവലായി ജീവിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും ക്യൂർ മനുഷ്യരുടെ ഇടയിലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതിനെന്ന് പറയാം. ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ട്രാൻസ് വുമണായി ജീവിക്കുന്ന എനിക്ക് മെൻ്റലി അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കലി ഒക്കെ ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് ആണെങ്കിലും അതെ, സൊസൈറ്റിയിൽ കൊടുക്കുന്ന മെസ്സേജ് ആണെങ്കിലും അതെ, എൻ്റെ ഫാമിലി അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പ്രൊഫഷൻ, ഇതെല്ലാത്തിലും മാതൃകാപരമായിട്ടാണ് എനിക്ക് രീതിയിൽ പോകുന്നത്. എൻ്റെ പോലെ തന്നെ ധാരാളം മനുഷ്യർ ഒരുപാട് തരത്തിലൊരു ട്രബിളിലൂടെയും അല്ലെങ്കിൽ കുറേ കാണാമറയത്ത് ഇപ്പോൾ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും. അതിലുപരി ഒരുപാട് മനുഷ്യർ ഇത്തരത്തിലുള്ള ട്രബിളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് വളരെ ഒരു വലിയൊരു പ്രസക്തിയുള്ളൊരു ചോദ്യചിഹ്നമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറയുന്നു, ഒരു യൗവനയുക്തരായിട്ടുള്ള ട്രാൻസ് മനുഷ്യർ അല്ലെങ്കിൽ ക്യൂർ മനുഷ്യർ മെയിൻ സ്ട്രീമിൽ നിൽക്കും, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം, വിദ്യാഭ്യാസം, ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ, ഈ മേഖലകളിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുമ്പോൾ പോലും അതിനുശേഷം അവരുടെ വാർദ്ധക്യ കാലത്ത് ഇവരെല്ലാം വാനിഷ്ഡ് ആവുകയാണ്. ഇവരെല്ലാം എവിടെ പോകുന്നു? ഇവരുടെ പുനരധിവാസം കൃത്യമായി നടപ്പിലാവുന്നുണ്ടോ? അതിലുപരി ഇവരുടെ ജെൻഡർ എല്ലാം ഡിക്ലയർ ചെയ്ത് സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിലയും വിലയും തോടുകൂടി ജീവിച്ച ആൾക്കാർ ഇവർ പെട്ടെന്ന് വാനിഷ്ഡ് ആവപ്പെടുകയാണ്. അത്തരത്തിലുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നതും. അല്ലെങ്കിൽ ഇവരുടെ സർജറി അല്ലെങ്കിൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്, ഇതുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, സൈഡ് എഫക്ട്സും അല്ലാത്ത കാര്യങ്ങളൊക്കെ. നിർബന്ധമായിട്ടും കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എന്താ പറയുക, പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്താ? ഒരു ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിലേക്കും ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറിയിലേക്കും പോകുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഏതൊരു ഹോർമോണൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു കൗൺസിലിംഗ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മളാണ് നമ്മുടെ ഐഡൻറ്റിറ്റീനെ എപ്പോഴും റിവീൽ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഇതാണ്, അല്ലെങ്കിൽ എനിക്കൊരു സെൽഫായിട്ടുള്ളൊരു കോൺഫിഡൻസ്, ഞാനൊരു പുരുഷനായിരുന്ന വ്യക്തി, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഫീമെയിൽ ഇതിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് സെക്സ് ചേഞ്ച് സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. കുറേ പേര് സർജറി ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഹോർമോണൽ തെറാപ്പിയിലൂടെ പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ സർജറി ചെയ്യപ്പെടാതിരിക്കാം. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. നമുക്ക് ഒരിക്കലും ഒരു ട്രാൻസ് വുമണിനെയോ അല്ലെങ്കിൽ ഒരു ട്രാൻസ് മെന്നിനെയോ അല്ലെങ്കിൽ ഒരു ഗേ ആയിട്ടുള്ള വ്യക്തിനെ അവരെ പോയിട്ട് ഇന്ന ആളാണെന്നൊന്നും ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ആദ്യമേ തുടങ്ങേണ്ടത് ഈ ഒരു കാര്യത്തിന് വേണ്ടത് നമ്മൾ വ്യക്തമായി, ഒരു അവ്യക്തമായി, ചില ആൾക്കാർക്ക് വളരെ ഓപ്പണായിട്ട് പറഞ്ഞാൽ അവർ നിലവിൽ തുറന്ന് സംസാരിക്കാൻ സുഹൃത്തിനോടോ അമ്മയോടോ അടുത്തുള്ള ബന്ധുക്കളോട് ആരോടും തുറന്നു പറയാൻ താല്പര്യമില്ല. അവരോട് തന്നെ സംസാരിക്കാൻ തുടങ്ങും. അത്തരത്തിലുള്ള ആൾക്കാരോട് ഇത് കേൾക്കുമ്പോൾ ഒരു അനുഭവമായിട്ട് പറയുകയാണ്, ആദ്യമേ അവർക്ക് വേണ്ടത് നിങ്ങൾ ആരോടും തുറന്നു പറയാൻ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ശരീരവും അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ശക്തമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ്. നിങ്ങൾക്ക് പൊതുവിടങ്ങളിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ, നിങ്ങൾക്ക് രഹസ്യമായി തന്നെ പോകുന്നൊരു കൗൺസിലിംഗ് ആണ് ആദ്യം. ഇത് ട്രീറ്റ്മെൻറ്റ് ആയാലും ഒരു ഹോർമോണൽ തെറാപ്പി ആയാലും അതുപോലെ തന്നെ ഈ ജെൻഡർ സെക്സ് ചേഞ്ച് സർജറിക്ക് പ്രിപ്പറേഷൻ എടുക്കുന്ന ആൾക്കാരായാലും
ആദ്യമേ വേണ്ടത് നല്ലൊരു കൗൺസിലിംഗ് ആണ്. അതിനുശേഷം മാത്രമാണ് അടുത്ത പടിയിലേക്ക് പോകേണ്ടത്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ സർജറീസിനെ കുറിച്ച് ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ചേച്ചി ഒന്ന് വിശദീകരിക്കാമോ? എന്ത് രീതിയിലാണ് നമ്മൾ അതിൽ മാറ്റം വരുത്തേണ്ടത്? മാറ്റം ഇന്നത്തെ തലമുറകളിൽ കണ്ടുവരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. അതായത് കോമ്പറ്റീഷൻ പോലെ പല സ്ഥലങ്ങളിലും ആരെയും വ്യക്തിപരമായി പറയുന്നില്ല, ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നില്ല. യുവതലമുറയിൽ കാണപ്പെടുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ് സർജറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഫണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മളെ റീഫണ്ട് കൊടുക്കാറുണ്ട് സർജറി ചെയ്യുന്ന ആൾക്കാർക്കും. പക്ഷേ ആദ്യമേ പറയുന്നൊരു കാര്യം, എന്ത് സർജറിക്ക് ടോപ്പ് സർജറി ആണെങ്കിലും ഡൗൺ സർജറി ആണെങ്കിലും അതിനു വേണ്ടി നമ്മൾ എപ്പോഴും തിരക്ക് പിടിച്ച് ഹറിബറി കൂട്ടാതെ വ്യക്തമായ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് കൃത്യമായ കൗൺസിലിംഗ്, അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഡോക്ടറോട് നന്നായി 2-3 തവണയെങ്കിലും പുനഃപരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ളൊരു സർജറിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ബിക്കോസ് സർജറി ചെയ്ത മനുഷ്യരിൽ ഞാൻ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് അവരുടെ ആരോഗ്യപരമായും അവരുടെ ഫിസിക്കലി പരമായും മെൻ്റൽ പരമായും ഒക്കെ അവരുടെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാത്ത രീതിയിൽ ഞാൻ പലയിടത്തു നിന്നും പേഴ്സണലി അറിയാവുന്ന രീതിയിൽ ശക്തമായി തന്നെ എനിക്കറിയാവുന്ന കുറേ എൻ്റെ ഫ്രണ്ട്സും സഹോദരങ്ങളും മക്കളുമായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർജറി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ മാനസികാരോഗ്യം, അവരുടെ മാനസിക നിലയും അതുപോലെ തന്നെ അവരുടെ ഈ പറഞ്ഞ പേഴ്സണൽ ആയിട്ടുള്ള മാനസികാരോഗ്യം വളരെ പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സത്യം പറഞ്ഞാൽ. കമ്മ്യൂണിറ്റിയുടെ മാനസികാരോഗ്യത്തിനെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു ഹോർമോൺ തെറാപ്പി എടുക്കുക, ഒരു എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ആദ്യം പോയാൽ തന്നെ നമ്മൾ ആദ്യം വിടുന്ന എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും. അതിനുശേഷം നമ്മളിപ്പോൾ ഹോർമോണൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഡോക്ടർ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ എഴുതുന്നത് തന്നെ ആദ്യം ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു ഇത് വേണമെന്നുള്ളതാണ്, ഒരു കൺസേൺ ലെറ്റർ വേണം. അല്ലാതെ ഒരു 3 months ടൈം പീരീഡ് അവർക്ക് കൊടുക്കും. അതിനുശേഷം മാത്രമേ പിന്നെ ചില ക്ലിനിക്കുകൾ, അതായത് നമ്മുടെ ഈ കേരളത്തിന് വെളിയിലുള്ള ക്ലിനിക്കുകൾ, എനിക്കറിയില്ല കേരളത്തിനകത്തുള്ള ക്ലിനിക്കുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കേരളത്തിനകത്ത് എനിക്കത് കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്, കേരളത്തിനകത്തുള്ള ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും വളരെ കുറച്ചുകൂടി ജെന്യുവൻ ആണെന്ന് തന്നെ പറയാം. പിന്നെ ചില ഹോസ്പിറ്റലുകൾ നമ്മളെ മുതലെടുക്കുന്നു, പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇത്തരത്തിലുള്ള ക്യൂർ മനുഷ്യരെ, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അതുപോലെ തന്നെ ഗെയ്സ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഈ പറഞ്ഞ തരത്തിലുള്ള ആൾക്കാരെ മുതലെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ഒരു ഡോക്ടർ ആദ്യമേ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാറുള്ളൂ. അതാണ് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ജെൻഡർ റിവീലിംഗ് ടൈമിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു വന്നിരുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം എലീഡ രൂപെല്ല എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ് സ്ത്രീയെ അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അത് ട്രാൻസ് അല്ല എന്നൊക്കെ പറയാം. അങ്ങനെ ഈ കൺവേർഷൻ തെറാപ്പി നടക്കുന്നുണ്ടല്ലോ കമ്മ്യൂണിറ്റീൻ്റെ, അതിനെക്കുറിച്ച് അറിയാം. പക്ഷെ അത് ചില ആൾക്കാരെ ഇപ്പോൾ നമുക്കത് ഈ പറയുന്നത് ഒരുതരം ഫ്ലൂയിഡിറ്റിയാണ് സത്യം പറഞ്ഞത്. ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിലും ഈ പറഞ്ഞ കുട്ടിയുടെ ഇതാണെങ്കിലും ചിലപ്പോൾ അവർ ഏതെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജെൻഡർ തിരഞ്ഞെടുക്കാൻ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ബിക്കോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് ഒരു സ്ത്രീയായി ഉള്ളൊരു വ്യക്തിയാണ്. നിലവിൽ എൻ്റെ പാരൻസ് ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും സമൂഹമാണെങ്കിലും ചുറ്റും താമസിക്കുന്നവരാണെങ്കിലും എൻ്റെ നെയ്ബേഴ്സ് ആണെങ്കിലും, സോ വെൻ ഐ ഹാവ് ടു ഓപ്പൺ അപ്പ് ടു മൈ ഐഡന്റിറ്റി, അപ്പോൾ ഞാനത് ഓവർകം ചെയ്തു അല്ലെങ്കിൽ അത് റിവീൽ ചെയ്ത് കഴിയുമ്പോൾ അവരെന്നെ ഒരു സ്ത്രീ ആയിട്ടാണ് കാണുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീണ്ടും ഞാൻ ആണായി എന്ന് പറഞ്ഞത് ഒരു തരത്തിലും അക്സെപ്റ്റബിൾ അല്ല ശരിക്കും പറഞ്ഞത്. അതിനെയാണ് ഞാനിവിടെ ആദ്യമേ ചൂണ്ടിക്കാണിച്ചത് ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു മാനസിക ചിലപ്പോൾ നമുക്കറിയില്ല അതിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നുള്ളത്. അല്ലാതെ ഒരു ഹോസ്പിറ്റലും നിലവിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരു ഹോസ്പിറ്റലും നമ്മൾ ഐഡന്റിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വേണ്ട പരിഗണന തരാതെ ഒരിക്കലും ആണിനെ പിടിച്ച് പെണ്ണാക്കുക, ട്രാൻസ്ജെൻഡറിനെ പിടിച്ച് ആണാക്കാൻ നോക്കുക എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇതുവരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറൊരു കമ്മ്യൂണിറ്റികളിലും സംഘടനകളിലൊന്നും ഇതുവരെ അങ്ങനത്തെ റിപ്പോർട്ട് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ജെൻഡർ ഫ്ലൂയിഡായി തന്നെ
സ്മൂത്ത് ആയി പോകുന്നൊരു ഒരു നിലവിലൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അവരെ ഫ്ലൂയിഡ് ആയിട്ട് കാണുക എന്നല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞ ആണിനെ പെണ്ണാക്കുക അല്ലെങ്കിൽ പെണ്ണിനെ ആണാക്കുക എന്നുള്ളൊരു ട്രീറ്റ്മെന്റ് എവിടെയും ഇപ്പോൾ നിലവിൽ ഇല്ല. അത് വളരെ ശക്തമായി തന്നെ പറയാം. അത് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ശരിക്കും. അങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു കാര്യത്തിൽ പുനഃപരിശോധന ആവശ്യമാണ്. അതിലുപരി അതിൽ എന്താണ് നടന്നതെന്ന് വ്യക്തതയില്ല നമുക്ക് രണ്ടുപേർക്കും, ഇല്ലേ? അങ്ങനെയല്ല മാം, ഞങ്ങൾ ഇപ്പോൾ ഇതിനു മുന്നേ തന്നെ നമ്മൾ ആദ്യം മുതലേ ഇടപെട്ട് തുടങ്ങുന്ന കേസുകളിനകത്ത് ഒരു കുട്ടി ഞങ്ങളുടെ വനിതാ കളക്ടീവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ പല മെൻ്റൽ ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയിട്ട് നീ ബൈസെക്ഷൽ ആണെന്നെന്താ ഉറപ്പ്, ഇതിങ്ങനെ എന്താ പറയുക, അവൾ ബൈസെക്ഷൽ ആണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അത് അല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടുകാർ അവളുടെ തറവാട്ടിൽ നിന്നും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. ബിക്കോസ് പേര് പറയാൻ ആഗ്രഹിക്കാത്ത, ഇതുപോലെ തന്നെ മെന്റലി അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലം ആണ്, ആ കുട്ടി ഒട്ടും ഓക്കെ അല്ല എന്നുള്ള 2-3 കുട്ടികൾ ഇതുപോലെ വീട്ടിലെ സ്വത്ത് തർക്കവും അതുപോലെ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽപ്പെട്ട 2-3 ട്രാൻസ് വുമൻസ് ഇതുപോലെ തന്നെ വീടുകളിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. അത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നിയമപരമായി നല്ലൊരു നിയമ ഉപദേശകനെ തേടുകയോ വെക്കുകയോ അതിലുപരി നിയമ പോരാട്ടം നടത്തുകയോ അതിനുള്ളൊരു അതോറിറ്റി ഉണ്ട് നിലവിൽ. അല്ലാതെ നമുക്ക് നമ്മുടെ മനുഷ്യാവകാശം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് അതിനുള്ളൊരു വശം കൂടിയിട്ടാണ്. ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു, ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞു. ഈ വ്യക്തിക്ക് നേരിടുന്ന ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ള നിയമ ഉപദേശഷ്ടാവിനെയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെയോ പേഴ്സണലി വെക്കാവുന്നതാണ്. അതിന് നമുക്ക് അതെ അത് മാത്രമല്ല, ഈ പറഞ്ഞ ഇതുപോലെ തന്നെ ഈ സെയിം ഇഷ്യൂ തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള 2-3 വുമൻസിന്, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയുള്ള വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യമാണ് കൂടുതൽ അറിയുന്നത്. ട്രാൻസ് വുമൺ അല്ല, ഇതാണാണ് എന്ന് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഒരുപാട് വിധികളുണ്ടായി. മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലൈസ്ഡ് ആയി ജയിലിൽ അടക്കപ്പെട്ടു. അതിനുശേഷവും കോടതി പറഞ്ഞു സ്വന്തം ഐഡന്റിറ്റിയോടെ ജീവിക്കുക എന്നുള്ള ഒരു കുട്ടിയാണ് ഇപ്പോഴും നിലവിൽ. ആ കുട്ടി സ്വന്തം ഐഡന്റിറ്റിയോടുകൂടി എറണാകുളം നഗരത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലക്കാരത്തെയാണ് ആ വ്യക്തി. വളരെ അഭിമാനത്തോടെ നല്ലൊരു തൊഴിലെടുത്ത് അഭിമാനത്തോടെ ഇപ്പോഴും ജീവിക്കുന്നു. പക്ഷെ ഇപ്പോൾ 3 വർഷം നിരന്തരം നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള ഫാമിലി പോലും ഇപ്പൊ ആ കുട്ടീനെ അക്സെപ്റ്റ് ചെയ്തു. നിലവിലുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് പറയുമ്പോൾ ഏതൊരു വശത്തിനും ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളെന്ന് പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കോമൺ ആയിട്ടുള്ള കാര്യം. പക്ഷെ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിലും നിയമ പോരാട്ടം നടത്തുകയോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് പരാതി കൊടുക്കുന്നതിൽ ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു അഡ്വക്കേറ്റിന്റെ നിയമോപദേഷ്ടാവിന്റെയോ ഒരു ഉപദേശം നേടുന്നത് വളരെ ഉപകാരമായിരിക്കും. ഈ സർജറിന് ഇപ്പോൾ നമ്മുടെ അനന്യ ചേച്ചിയുടെ ആത്മഹത്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സർജറി കേരളത്തിൽ ചെയ്യുന്ന സംവിധാനങ്ങളെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ച് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ട്രാൻസ് വുമൺ അവളുടെ ഐഡന്റിറ്റി ആദ്യം തുറന്ന് പറയുന്ന സമയത്ത് അവളോട് തന്നെ ആയിരിക്കാം. ബിക്കോസ് ആ വ്യക്തിനെ സ്വയം സെൽഫായിട്ട് തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കാം ഏത് സമയത്തും. അതിപ്പോ എല്ലാം സർജറി ചെയ്യണ സമയത്ത് തന്നെയല്ല, അവളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവളോട് ആ ഒരു കണ്ണാടി നോക്കി തന്നെ അവൾ സ്വയം പ്രതിജ്ഞയെടുത്തു, ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗം ഇങ്ങനെയാണ്. നമ്മൾ തുണിയില്ലാതെ നഗ്നമായി തന്നെ നമ്മുടെ ശരീരം കാണുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള നമുക്ക് ചേരാത്ത അവയവം കാണുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തോടൊട്ടും താല്പര്യമില്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ തോന്നാം. അപ്പോഴാണ് അവളുടെ ഓരോരോ മാറ്റങ്ങൾ അവളിൽ പ്രകടമാകുന്നത്. അതിനുശേഷമാണ് നമുക്ക് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായ ധാരണകൾ ഒട്ടും തന്നെ ഇതിനെ പറ്റിയിട്ടില്ല. സ്വയം ചികിത്സ എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും നിലവിൽ ബ്രസ്റ്റ് ഇന്ന പോലെ അതായത് യൂട്യൂബ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ട്രാൻസ് വുമൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ പറയുന്ന ഒത്തിരി ആൾക്കാർ പറയുന്ന അവെയർ അല്ലാത്ത ഒരുപാട് മെഡിക്കൽ എത്തിക്സുകൾ വായിച്ച് പഠിച്ചതിന് ശേഷം ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലും എടുക്കാതെ മരുന്നുകൾ എടുക്കുന്ന എത്രയോ ട്രാൻസ് വുമൻസ് ഇപ്പോഴും ഉണ്ട്. അവരൊട്ടും അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ല, അക്ഷര വിദ്യാഭ്യാസം ഉള്ളവരാണ്, നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണ്. പക്ഷെ അവരുടെയൊക്കെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എല്ലാം
മൂടി വെക്കപ്പെടുന്നതാണ് സത്യം പറഞ്ഞാൽ. അവർക്ക് ആർക്കും ഓപ്പണായി തുറന്ന് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ബിക്കോസ് അവർ തുറന്ന് പറയുന്നൊരു കാര്യം വെച്ചാൽ, ഞാൻ ഐഡന്റിറ്റി തുറന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി നഷ്ടപ്പെടും, എൻ്റെ സഹോദരങ്ങൾ നഷ്ടപ്പെടും, എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ നഷ്ടപ്പെടും, എൻ്റെ അമ്മയുടെ വീട്ടുകാർ നഷ്ടപ്പെടും, എൻ്റെ സൊസൈറ്റി നഷ്ടപ്പെടും. പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അവരുടെ ആരോഗ്യം, അവരുടെ ജീവിതം, അവരുടെ ഐഡന്റിറ്റി എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു പരിധിയിൽ ചെല്ലുമ്പോൾ അവർ വിചാരിക്കും, അയ്യോ ഞാൻ ജീവിക്കാൻ മറന്നുപോയോ. സത്യം പറയാം, അത്തരത്തിലുള്ള ആൾക്കാർ കല്യാണം കഴിക്കാൻ നിർബന്ധരാവും, വേറൊരു സ്ത്രീയുമായിട്ട് ലൈംഗിക ജീവിതവും അല്ലെങ്കിൽ അതുപോലെ കുടുംബ ജീവിതവും എന്താ പറയാ തുടരാനായിട്ട് വീട്ടുകാർ, ബിക്കോസ് ഇത് മൂടിയേക്കപ്പെടുന്ന ഐഡന്റിറ്റി അല്ലേ. അതിനുശേഷം വന്നിട്ട് അവിടവും കഴിഞ്ഞ് അവരവും കഴിഞ്ഞ് പശു നിത്ത് മോരിലെ പുളിയും പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിൽ അത് ഒരിക്കലും അത് അക്സെപ്റ്റബിൾ അല്ല സത്യം പറഞ്ഞാൽ. പിന്നീട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഹോർമോണൽ തെറാപ്പി അല്ലെങ്കിൽ സർജറി തെറാപ്പി എടുക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളാണ് ഒരു വ്യക്തിയെ എത്രത്തോളം ട്രാൻസ്ജെൻഡർ ആണ് അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആണ്, ഞാനൊരു സ്ത്രീയാണ് എന്നുള്ള നമ്മുടെ മെന്റൽ ഫിസിക്കൽ, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആണെന്നുള്ളത്. ബിക്കോസ് ഒരു പുരുഷനെ പോലെയോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് ഒരുങ്ങി പോകാനോ അതൊന്നും സാധിക്കില്ല. പെട്ടെന്നൊന്നും നമുക്ക് അതിനായിട്ടുള്ള രീതിയിൽ നമുക്ക് വള വേണം, കമ്മൽ വേണം, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് ആ ഒരു ചമയം അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഓരോരുത്തരുടെ വ്യക്തിപരമാണ്. നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് പോയാൽ പോലും നമുക്കൊരു ഇത് തോന്നാം, അയ്യോ നമുക്ക് അവിടെ പോകുമ്പോൾ നാളെ ഐബ്രോ എടുക്കണമല്ലോ. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത് പോലെ തന്നെയാണ് ഇതിലൂടെയുള്ള പതുക്കെയുള്ള സ്റ്റെപ്പാണ് ഈ പറഞ്ഞതായിട്ടുള്ള സർജറി. സർജറിക്ക് വേണ്ടി കൃത്യമായി തന്നെ നമ്മൾ ആലോചിച്ച് ഒരു 2-3 ആഴ്ചയെങ്കിലും നമ്മൾ നന്നായി ആലോചിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അനസ്തേഷ്യ തരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൺസേൺ ലെറ്റർ ഇട്ട് വയ്ക്കുമല്ലോ, എഴുതി കൊടുക്കുമല്ലോ, ആ സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കും പലപ്പോഴും നമ്മൾ പോയാൽ അനസ്തേഷ്യ തരുമ്പോൾ നമ്മൾ മരിച്ചു പോകുമോ, തിരിച്ചു വരില്ലേ, ഇതൊക്കെ ഉള്ള ഉത്കണ്ഠയാണ്. ബിക്കോസ് ഞാൻ എന്താ പറയുക 2-3 സർജറി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഏറ്റവും കൂടുതലുള്ള പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഏതൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വുമൻസും ട്രാൻസ് മെൻ ആയിട്ടുള്ള മനുഷ്യരുമാണ് കൂടുതലും സർജറിയിലൂടെ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസ് വുമൻസും ട്രാൻസ് മെൻസും ഈ വ്യക്തികൾ കടന്നു പോകുമ്പോൾ ഞാൻ പൊതുവേ ഇത് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിനോ മിക്കവർക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ വ്യക്തികൾ എല്ലാവരും തനിച്ചായിരിക്കും. കൂടെ ഉള്ളത് ഒന്നെങ്കിൽ അടുത്ത സർജറിക്ക് വേണ്ടി നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും നമ്മുടെ കൂടെ. നമ്മുടെ അപ്പച്ചനോ അമ്മച്ചിയോ മാതാപിതാക്കളോ തൊട്ടടുത്ത സഹോദരങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അത് ഏറ്റവും വളരെ മാനസികമായിട്ടുള്ളൊരു എന്താ പറയുക, ഐ ഫീലിംഗ് വെരി ഇമോഷണൽ. അത് എനിക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഐഡന്റിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവും. പക്ഷേ എനിക്ക് സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. ആദ്യമായിട്ട് ഇതുപോലെ തന്നെ എനിക്ക് ആദ്യമേ എൻ്റെ ഒരു ടോപ്പ് സർജറി ചെയ്യുന്ന സമയത്ത് ആദ്യമേ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, എൻ്റെ കൂടെ 2 കമ്മ്യൂണിറ്റി, എൻ്റെ മക്കളായിട്ടുള്ള 2 പേരുണ്ടൊന്ന് നിവി, ഒന്ന് ഈവ്. ഈ 2 മക്കളും ഈ പറഞ്ഞ പാർട്ട്ണർ എൻ്റെ കൂടെ താമസിക്കുന്ന വ്യക്തിയാണ്, ഒരു അങ്കമാലിക്കാരനാണ്. ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല ഇവിടെ. ആ വ്യക്തിനോട് ടോപ്പ് സർജറി ചെയ്യാൻ എനിക്ക് വേണ്ടി ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഇട്ടില്ല. അത്രയും 3 വർഷക്കാലം എൻ്റെ ഒപ്പം താമസിച്ചു. ഇദ്ദേഹം തന്നെയാണ് ഈ പറഞ്ഞ സർജറിക്ക് വേണ്ടി പണം പകുതി കൊടുത്തതും, പക്ഷെ സർജറിക്ക് വേണ്ടി ഒപ്പിട്ടില്ല. അതുപോലെ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണെങ്കിലും എൻ്റെ ഒരു സർജറിക്കും എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് എന്നെ തന്നെ ഞാൻ അടിസ്ഥാനമാക്കി പറയുന്നത്, ആരെയും ഈ ഒരു കാര്യത്തിൽ വ്യക്തിഹത്യ വേണ്ട അല്ലെങ്കിൽ ഐഡന്റിറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട, ആരുടെയും ഐഡന്റിറ്റിനെ പറയണ്ട. ഇത് എന്നെ തന്നെ ആധാരമാക്കി പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്കറിയില്ല നമ്മൾ സർജറിക്ക് കയറുമ്പോൾ നമ്മൾ തിരിച്ചു വരുമോ. പക്ഷേ എന്തിനാണ് നമ്മൾ ഈ സർജറി ചെയ്യണമെന്ന് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ചോദിക്കും, കമൻറ്റുകൾ ചിലപ്പോൾ വരാം. ഞാൻ ചോദിക്കുന്നു, ഒരാൾ മൂക്കുകുത്തുന്നുണ്ട്, അയാളുടെ ഇഷ്ടമാണല്ലോ മൂക്കുകുത്തിൻ്റെ. ഈ കുട്ടി 2 മൂക്കും കുത്തിയിട്ടുണ്ട്, നോക്കൂ അല്ലേ, ഉറപ്പല്ലേ. അത് കാതു കുത്തുന്നു. നമ്മൾ ഇതുപോലെ തന്നെ ഓരോ മതപരമായിട്ടുള്ള ക്രിയകൾ ചെയ്യുന്നുണ്ട്, സ്വന്തം ലൈംഗിക അവയവങ്ങളുള്ള ക്രിയകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ നമ്മുടെ വ്യക്തിപരമാണെങ്കിൽ പോലും സർജറി ഒരു വ്യക്തിക്ക് എപ്പോഴാണോ അവർ ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്, ആ ഒരു കാര്യത്തിൽ അവരുടെ മൈൻഡും അവരുടെ ശരീരവും അവരുടെ ജീവിതവും ആ സമയത്ത് വളരെ ഉറച്ചതായിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും. ഞാൻ ചോദിച്ചത്, നിലവിലുള്ള കേരളത്തിലുള്ള സർജറിക്ക് വേണ്ടി ഉള്ള ഹോസ്പിറ്റൽസിലും ആ സംവിധാനങ്ങളുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് വേണ്ടത്ര സപ്പോർട്ട്
അതായത് ഗവൺമെന്റ് ആണ് പ്രൈവറ്റ് ആണ് ചോദിക്കുന്നത്. എന്താണ് ഉള്ളത്, എന്തൊക്കെയാണ് ഉള്ളതെന്നും പറയാലോ. നമുക്ക് ഗവൺമെന്റ് സംവിധാനങ്ങൾ എന്തൊക്കെയാ ഉള്ളത്? ഗവൺമെന്റ് ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലെ ലേസർ സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. പക്ഷേ ഓരോ ഇപ്പൊ ഞാൻ സർജറി ചെയ്തത് കേരളത്തിന് വെളിയിലാണ്, ബാംഗ്ലൂരാണ് പോയി ചെയ്തത്. അത് പിന്നെ വിദേശത്ത് പോയി ചെയ്യുന്ന സർജറികൾ ഒരുപാട് നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണലാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരു 2-3 സ്വകാര്യ ഹോസ്പിറ്റലുകൾ നിരന്തരം എനിക്ക് തോന്നുന്നു 2-3 സർജറികൾ ചെയ്യുന്ന സർജറികളുണ്ട്. സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് ടോപ്പും ഡൗണും മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ചെയ്യുന്നത്. അത് കോസ്മെറ്റോളജി സർജറി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫാറ്റ് ലോസിങ് സർജറി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷന്റെ റിലേറ്റഡ് ആണ്. അതൊന്നും ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളോ അല്ലെങ്കിൽ സിസ്ജെൻഡർ മനുഷ്യരോ കരുതി വെച്ചിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ടോപ്പും ഡൗണും മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല സർജറി എന്ന് പറയുന്നത്. അല്ലാതെയും ഇവരെല്ലാം സർജറിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ഹോസ്പിറ്റൽസ് ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് വന്ന് സർജറി ചെയ്യൂ അല്ലെങ്കിൽ ഞങ്ങളാണ് പ്രൊവൈഡേഴ്സ് ഒന്നും ഒരിക്കലും മാർക്കറ്റ് ചെയ്ത് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടില്ല. നമ്മളാണ് ഓരോ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിൽ ചെയ്യണം അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അത് കൂടാണ്ട് ഏതൊരു ഹോസ്പിറ്റലിലും പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊരു സ്വകാര്യ ഹോസ്പിറ്റൽ, ഇപ്പോൾ അന്വേഷിച്ച കാര്യം എടുത്ത് പറയുന്നത് പോലെ തന്നെ പറഞ്ഞത്, ചില ഹോസ്പിറ്റലുകളിൽ 2-3 ദിവസം ചെല്ലുമ്പോൾ അടുത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നാളെ എനിക്ക് സർജറി വേണമെന്ന് പറയാം, 2-3 ദിവസത്തിനുള്ള അവരുടെ സ്കാനിങ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതും, ഇന്ന ടെസ്റ്റുകളൊക്കെ വേണം, 3 സർജറി ചെയ്യും. അത് നിലവിൽ അനുനിശ്ചിത മരണത്തിന് ശേഷം കുറച്ചൊക്കെ മാറ്റം വന്നു എന്ന് വേണം പ്രതീക്ഷിക്കാനായിട്ട്. ഇപ്പോൾ നിലവിൽ ആ ഒരു കാര്യത്തിന് മാറ്റം വന്നതുകൊണ്ട് കുറച്ചുകൂടി ഇറ്റ് വിൽ ടേക്ക് ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ നിലവിൽ സർജറികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഹോസ്പിറ്റലുകളും നമ്മളെ സർജറി ചെയ്യൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരെയും മാർക്കറ്റ് ചെയ്യിക്കുന്നില്ല. നിലവിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നിട്ട് തന്നെയാണ് അവർ ഇന്ന പോലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകും, അതുകൂടാണ്ട് ഇന്ന പോലുള്ള കാര്യങ്ങൾ നടക്കും എന്നൊക്കെ വെച്ചിട്ട് തന്നെയാണ് സർജറിക്കും ബാക്കിയുള്ള കാര്യം. അത് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ വ്യക്തിപരമാണ് ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ടത്. അതൊരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ റെസ്പോൺസിബിലിറ്റിയുടെ ഉദ്ദേശം കൂടി പറയുമ്പോൾ ഇതിലൊരു ഘടകം കൂടിയുണ്ട്. മിക്ക ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ടുള്ളൊരു ആ സമയത്തുള്ളൊരു ടെൻഷൻ, ഒരു ഡിപ്രഷൻ, ഒരു ആൻസൈറ്റി, ഇതെല്ലാം കൂടി മെർജ് ആകുമ്പോൾ ചില വ്യക്തികൾ എനിക്ക് തോന്നുന്നു ടോപ്പ് സർജറി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അടുത്ത് വരെ പോയിട്ട് പേടി കൊണ്ട് തിരിച്ചു വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ട്, പിന്നെ ഒരുപാട് സർജറികൾ പാളിപ്പോയിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റികൾ അനുഭവിക്കേണ്ടി വന്ന നരകയാതനകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർജറിക്ക് വരുന്ന കോംപ്ലിക്കേഷൻസിൽ അനുഭവപ്പെടുന്ന വ്യക്തികൾ വീണ്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ഇവിടെ തന്നെയാണല്ലോ ചെയ്തതെന്ന് ഓർത്ത് അവർ ചെല്ലുമ്പോൾ വീണ്ടും അവരോട് പണം ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു ഇഷ്യൂ ആണ്. ബിക്കോസ് ഒരു സർജറി ഹോസ്പിറ്റലിൽ ഉത്തരവാദിത്തം ഇല്ല. അടുത്ത പ്രൊസീജിയറിലേക്ക് പോകണം അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവര് അങ്ങനെ ഒരുപാട് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് കേസുകളൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതാണ് ഞാൻ ചോദിച്ചത് മാം. നമുക്കിപ്പോ ഇവിടെ നിലവിലുള്ള ആരോഗ്യ പരിപാലന സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി വേണ്ടിയിട്ട്? കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, അതായത് കൂടുതലും നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരം. കുറെ ആൾക്കാർക്ക് ഇപ്പോഴും സർജറിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അവബോധം ഇല്ല. ചാടി പിടിച്ചെടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ അവരെ സർജറിയിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സ്വന്തം അഭിപ്രായമാണ് സർജറി ചെയ്യണോ അല്ലെങ്കിൽ അവർക്ക് എന്ത് സർജറി വേണം നമ്മുടെ ശരീരത്തിൽ കത്തി വെക്കണോ എന്നുള്ളത്. നമ്മൾ ഒരു നിയമവും പറയുന്നില്ല ഇവിടെ സർജറി ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഒരു നിയമത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ കാര്യങ്ങൾ ഒരിക്കലും എവിടെയും ഒരാളുടെ സെൽഫ് ഡിക്ലറേഷൻ ആണ്, ട്രാൻസ്വുമൺ ആണോ അത് മാത്രമാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അത് തന്നെയാണ് ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് ഒരു ട്രാൻസ് ID കാർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തികളും നമ്മുടെ ലൈംഗിക അവയം പരിശോധിക്കുന്നില്ല. ഒരു വ്യക്തിനെ കാണുമ്പോൾ നമുക്കറിയാലോ ഒരു ട്രാൻസ്വുമൺ ആണോ അല്ലെങ്കിൽ ഒരു ട്രാൻസ് മെൻ ആണോ, അത് നമ്മൾ ഇവിടെ ആരും ഇത് ചെയ്യുന്നില്ല. നമ്മുടെ ID കാർഡ് ഉണ്ടോ, നമുക്കിപ്പോൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യണോ അല്ലെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് പോർട്ടലിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു ഫെസ്റ്റിവൽ ട്രെയിൻ ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഇതൊക്കെ അലൗഡ് ആണ്.
നമ്മുടെ ഐഡന്റിറ്റിയാണ് അവിടെ ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയാണ് അവിടെ കാണിക്കേണ്ടത്. അത് കൂടാണ്ട് സർജറി എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ ആധാരമാക്കിയാണ് ആ സർജറി ഇരിക്കുന്നത്. ഒരുപാട് വ്യക്തികൾക്ക് ഇഷ്ടം സർജറി ചെയ്യാനാണ്, നമ്മുടെ ആ ഒരു നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സത്വത്തിലേക്ക് പോകുന്നത് സർജറിയിലൂടെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി വേണ്ടത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട കുറെ കൗൺസിലിംഗ് കൊടുക്കുക. പിന്നെ നിർബന്ധം തന്നെ ആക്കുക. ബിക്കോസ് ഒരു സർജറിക്ക് മുന്നേ തന്നെ ഏകദേശം ഒരു 2-3 മാസത്തിന് മുന്നേ കൗൺസിലിംഗ് കൊടുക്കണം. പിന്നെ അവർക്ക് വേണ്ട ബോധവൽക്കരണം പല ഹോസ്പിറ്റലുകളും കൃത്യമായി കൊടുക്കാൻ ശ്രമിക്കണം. ബിക്കോസ് സർജറി കഴിഞ്ഞാലുള്ള ആഫ്റ്റർ കെയർ ഇന്ന പോലെയാണ്. അത് ഒട്ടും പ്രാവർത്തികമല്ല. മിക്ക വ്യക്തികൾക്കും സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഹോസ്പിറ്റലിൽ വിട്ടു കഴിഞ്ഞാൽ ഗവൺമെന്റ് 36,000 ഒരു വർഷത്തോളം 3,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ കേരള ഗവൺമെന്റിന് പോലും അറിയാം ആഫ്റ്റർ സർജറി കഴിഞ്ഞ ആഫ്റ്റർ കെയറിന് ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം തുടങ്ങി 6 മാസം വരെ അവരുടെ പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കാനായിട്ട്. പിന്നെ അവരനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്, അവർക്ക് ചില ആൾക്കാർക്ക്, എല്ലാവർക്കും തന്നെയല്ല, യുറൈനൽ ഇൻഫെക്ഷൻസ് വരാം. പിന്നെ അവരുടെ വെജൈനൽ പാർട്ടില് പെയിൻസ് വരാം. ലൈംഗികതയിലൂടെ അനുഭവപ്പെടുന്ന ചില ആൾക്കാർ ഇല്ല എന്ന് പറയും, പക്ഷെ എങ്കിൽ പോലും ഒരുപാട് ഇൻഫെക്ഷൻ. പിന്നെ ബാക്ക് പെയിൻ വരാം അവർക്ക്. ഇത് ഞാൻ ചോദിച്ച് കൃത്യമായി 1-2 ട്രാൻസ്ഫോർമേഷനോടല്ല, ഒരുപാട് പേരോട് വ്യക്തിപരമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അവർക്ക് നിലവിൽ ബിഫോർ സർജറിക്ക് മുന്നേ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ നിത്യ ജോലികൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഹോംലി ആയിട്ടുള്ള കുറെ ഡെയിലി ഒരു ഇതുണ്ടാവില്ല, ഡെയിലി റൊട്ടീൻ പോലും നിർവഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും. പിന്നെ മെന്റൽ ട്രോമയിലൂടെ അവർ ഒരുപാട് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വേറൊരു കാര്യമാണ് ഹോർമോൺ. ഏകദേശം ഒരു ആഫ്റ്റർ സർജറി കഴിഞ്ഞ ഏതൊരു ട്രാൻസ്ഫോമറും ലൈഫ് ലോങ് ഹോർമോണൽ ഈസ്ട്രോജൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അഡീഷണലി. ബിക്കോസ് അത് ഡോക്ടറിന്റെ കമ്പൽസറി ആയിട്ടുള്ളൊരു പ്രിസ്ക്രിപ്ഷനാണ്. ബിക്കോസ് ഈ ഒരു അവയവം, നമ്മുടെ മുന്നിലുണ്ടായിരുന്ന അവയവം പോയാൽ അതിനുശേഷം നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വേണം. അതിന് അഡീഷണൽ ആയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്ട്രോജൻ ആഡ് ഓൺ ചെയ്യുന്നത്. ആ ആഡ് ഓൺ ചെയ്തില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകൾ പൊട്ടാം. നമ്മൾ എവിടെയെങ്കിലും പോയാൽ പെട്ടെന്ന് നമുക്ക് തലകറക്കമോ ക്ഷീണമോ ഒക്കെ അനുഭവപ്പെടാം. നമ്മുടെ ശരീരത്തിൽ ഒത്തരത്തിലുള്ള ഒരു ഹോർമോണും പ്രവർത്തിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഹോർമോൺ എടുക്കാൻ മറന്നു പോയാൽ, ഒരാഴ്ചയിൽ കൂടുതൽ മറന്നു പോയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സംഭവിക്കാം. പിന്നെ ഇത്തരത്തിലുള്ള എല്ല് പൊട്ടുകയോ ഇത്തരത്തിലുള്ള ക്ഷതം സംഭവിക്കുകയോ ചെയ്താൽ ഈ എല്ല് കൂടാനോ നമുക്ക് നോർമലി ബിഫോർ സർജറിക്ക് മുമ്പേ ഉണ്ടായ ആ ഒരു ഹെൽത്ത് ഒരിക്കലും റീകണക്ട് ചെയ്യാൻ സാധിക്കില്ല. ജനങ്ങളോട് പറയുന്ന കുറെ കാര്യങ്ങൾ, അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ. നമ്മൾ അറിയട്ടെ, കുറെ കാര്യങ്ങൾ അറിയണം എപ്പോഴും. ഈ മനുഷ്യത്വം ഇല്ലാത്ത കാടൻ പ്രവർത്തികളൊക്കെ മാറട്ടെ സമൂഹത്തിൽ. നമുക്ക് എല്ലാ മനുഷ്യരും ഇപ്പോ ഈ ഹോർമോണിന്റെ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോ ഞാൻ ഫസ്റ്റ് ടൈം പറയുന്നത്. ആ എല്ല് പൊട്ടുന്നതും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അല്ല, അതുണ്ട്, നിലവിലുണ്ട്. അതെ നമുക്ക് ഇപ്പോ അതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഞാനൊരു ട്രാൻസ്വുമൺ ആണ്. ഇപ്പൊ മോളുടെ ആമിയുടെ സ്കിന്നും എന്റെ സ്കിന്നും ഒക്കെ വെച്ച് നോക്കും. ഇപ്പൊ എന്റെ കവളിങ്ങനെ തൊട്ട് നോക്കൂ, കണ്ടോ? അതെ. അപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു ആണിന്റെ സ്കിൻ അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് സ്കിന്നല്ല, നമ്മൾ എടുക്കുന്ന. ഇപ്പോൾ ഒരു സ്ത്രീ നമ്മുടെ ശരീരം സൂക്ഷിക്കുന്ന അല്ലെ വൃത്തി ഒരു പുരുഷന്റെ പോലെ മാത്രമല്ല, നമുക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇല്ലേ? അപ്പോൾ അത് കമ്പയർ ചെയ്ത് പറയല്ല. പക്ഷേ നമ്മളുടെ ഈ ഹോർമോണിൽ പോലും ഒരു ട്രാൻസ് വുമൺ അതിൽ കൂടുതൽ, സ്ത്രീയേക്കാൾ കൂടുതൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ റിസൾട്ട്സും കിട്ടണമെന്നൊന്നും ഇല്ല. നമ്മുടെ അത് വ്യക്തി ജീവിതത്തെ എപ്പോഴും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണത്. നമ്മുടെ സ്വന്തം വ്യക്തി ജീവിതത്തെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബാധകമായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ എല്ലാവരും എവിടെ പോകുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ സംസാരിച്ചല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദമായി സംസാരിക്കാവോ? നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ മെയിൻ സ്ട്രീമിൽ ഇപ്പൊ ഞാനടക്കമുള്ള ആൾക്കാർ യൗവനയുക്തരായിട്ടും അല്ലെ കടന്നു വരുന്ന പുതിയ തലമുറകളിലെ കമ്മ്യൂണിറ്റികളിലൊക്കെ നിൽക്കുമ്പോൾ അവരെല്ലാം മെയിൻ സ്ട്രീമിലുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ ഒരു 40-45 വയസ്സിന് ശേഷം ഒരുപാട് പേര് മുൻകാലങ്ങളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പഴയ ജനറേഷൻ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റികളൊക്കെ
മൺമറയപ്പെടുന്നുണ്ട്. ബിക്കോസ് അവരൊക്കെ എവിടെയാണ്, അവരുടെ പുനരധിവാസം കൃത്യമായി നടപ്പിലാവുന്നുണ്ടോ? അതിലുപരി അവർക്ക് വേണ്ട പരിരക്ഷ, അവർക്ക് വേണ്ട അന്വേഷണം, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഇതൊന്നും കിട്ടുന്നുണ്ടോ എന്നൊന്നും ഒരിക്കലും നിലവിൽ അന്വേഷിക്കുന്നില്ല ആരും. ഈ വ്യക്തികൾ അല്ലെങ്കിൽ സർജറി ചെയ്യപ്പെട്ട ഒരുപാട് മുതിർന്ന കമ്മ്യൂണിറ്റികളുണ്ട് ഇപ്പോഴും. മുൻകാലങ്ങളിൽ ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ. മുന്നേ ഒരു സർജറി എന്ന് പറയുന്നത് നമ്മള് പിന്നെ നമ്മുടെ കേരളത്തിന്റെ വെളിയിൽ പോയിട്ടുള്ള സർജറികൾ, നമ്മുടെ തായ്മേക്കായ് എന്ന് പറയുന്നൊരു സർജറിയാണ്. തായ്മേക്കായ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ അവയവം കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മൂർച്ചയേറിയ ഒരു ബ്ലേഡ് കഷ്ണം വെച്ചിട്ട് മുറിക്കുക. കുറച്ചു നേരം ഒരു 3-4 മണിക്കൂറോളം ആ ഒരു ചടങ്ങിന് മുന്നേ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് അതിനെ നന്നായി വലിച്ചു മുറുക്കുക. നമ്മുടെ സെൻസിറ്റീവ് പാർട്ടാണല്ലോ. അതിനുശേഷം ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് മുറിക്കുന്ന ഒരു സംഭവം, അതാണ് തായ്മേക്കായ് എന്ന് പറയുന്നത്. തമിഴ്നാടുകളിലാണ് ഈ ഒരു സംഭവം മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അറിവില്ലാത്ത, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ അതെ ജീവൻ മരണ പോരാട്ടമാണ്. ബിക്കോസ് ആ സമയങ്ങളിൽ കാലങ്ങളിൽ കണ്ടുവന്നിരുന്ന നമുക്കറിയില്ല, മരണത്തിനും ജീവിതത്തിനുമുള്ള നടയിലുള്ള ഒരു പോരാട്ടമാണത്. ബിക്കോസ് അപ്പോഴും ആ സമയത്ത് നമ്മുടെ ട്രാൻസ്ബിൽ പോളിസിയോ ഇത്തരത്തിലുള്ള വിസബിലിറ്റിയോ ഒന്നും കേരളത്തിലില്ല. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കമ്മ്യൂണിറ്റികളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ട് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തികൾക്ക് ഫിസിക്കലി, മെന്റലി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള സർജറികളിലൂടെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളും അല്ലെങ്കിൽ സർജറികളൊക്കെ വന്നത് കുറച്ചുകൂടി കുറേ നല്ല കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഏതൊരു വ്യക്തിയും സർജറി ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് സെൽഫ് കെയർ എന്നുള്ളത്, അല്ലെങ്കിൽ സെൽഫ് ഹൈജീനിറ്റി എന്നുള്ളത്. അത് ഏതൊരു വ്യക്തിയും പഠിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഇവരുടെ പുനരധിവാസത്തിനൊന്നും ഗവൺമെന്റോ അല്ലെങ്കിൽ വേണ്ട അധികാരികളൊന്നും തന്നെ ചെയ്യുന്നില്ലെന്നാണ്. മികച്ച പല ജില്ലകളിലും നമ്മുടെ സാമൂഹിക നീതി വകുപ്പിലുണ്ടെങ്കിൽ പോലും ഇവർക്ക് വേണ്ട ഒരു ക്ഷേമ പെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവരെവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല ഇപ്പോഴും. മെയിൻ സ്ട്രീമിൽ ഇപ്പൊ ഞാനടക്കമുള്ള വ്യക്തികൾ നിലവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ശബ്ദം ഉയർത്തുമ്പോൾ ബാക്കിലുള്ള ആൾക്കാർ എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതൊരു വലിയ ചോദ്യചിഹ്നമാണ് ശരിക്കും പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഹോർമോണുകളും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളും സർജറികളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികൾ അവരുടെ ആ ഒരു യൗവന കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഇവരെവിടെ പോകുന്നു? ഇവര് ഫാമിലി അക്സെപ്റ്റബിൾ അല്ലാത്ത ആൾക്കാർ മിക്കവരും ഇവരുടെ പുനരധിവാസമോ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു തുണ്ട് ഭൂമിയോ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട പരിരക്ഷകളോ, ഗവൺമെന്റ് ആനുകൂല്യങ്ങളോ, ഇൻഷുറൻസോ ഒന്നും തന്നെ എനിക്കറിയില്ല നടപ്പിലാവുന്നുണ്ടെന്നോ. അത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിനുവേണ്ടി കേരളത്തിലുള്ള പല സംഘടനകളും പ്രോജക്റ്റുകളും ഒക്കെ മുന്നോട്ട് വരയണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അത് കൂടാണ്ട് ഇത് പൊതു ചർച്ചയായിട്ട് എടുക്കേണ്ട കാര്യമാണ് സത്യം പറഞ്ഞത്. സർജറിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി മാത്രമല്ല അനുഭവിക്കേണ്ടത്, മുതിർന്ന കമ്മ്യൂണിറ്റികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവര് വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എവിടേക്ക് പോകുന്ന പോലും അറിയില്ല ശരിക്കും നിലവില്. അവര് പിന്നെ വല്ല ഷെൽട്ടർ ഹോമിലേക്കോ, അങ്ങനെ ഇപ്പൊ നിലവിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഷെൽട്ടർ ഹോമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോ മിക്ക ഷെൽട്ടർ ഹോമുകളും അടച്ചുപൂട്ടുകയാണ് കേരളത്തിലാ. ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ പൂട്ടി. അതെ കൊച്ചിയിലെയും പൂട്ടുകയാണ് ഇപ്പൊ നിലവിലെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, റെന എന്ന് പറയുന്ന നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഏതോ ഒരു സർവകലാശാലയിൽ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി എറണാകുളത്തൊരു ഷെൽട്ടർ ഹോമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നിലവിൽ 2 ആഴ്ചക്കകം ആ ഷെൽട്ടർ ഹോം അടക്കുകയാണ്. അതിലുപരി ആ കുട്ടിക്ക് വേണ്ട സഹായം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ എറണാകുളം കമ്മ്യൂണിറ്റി തന്നെയുള്ള ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നിട്ട് ആ കുട്ടി സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്തായി എന്നറിയില്ല, അതിനെ പറ്റിയിട്ട് കൃത്യമായി ഞാൻ അന്വേഷിച്ചില്ലായിരുന്നു. ആ ഒരു മെസ്സേജ് കണ്ടത്. പക്ഷെ ഞാനതാ പറയുന്നത്, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അവസരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ കാര്യം പറയണോ? നമുക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എന്ത് രീതിയിലാണ് നമ്മൾ കൂടുതൽ എന്താ പറയുക, ഒരുമിച്ച് നിൽക്കുക? എന്ത് രീതിയിലാണ് നമ്മൾ കൂടുതൽ ബോധവതികളാവേണ്ടത്?
നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി തുറന്നു പറയുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മെൻ്റലി അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ ശ്രമിക്കുക. പിന്നെ കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ക്യൂർ വ്യക്തികളാവുന്ന മനുഷ്യർക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആവശ്യമുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ നമ്മളോട് തന്നെ സ്നേഹം പുലർത്താൻ ശ്രമിക്കുക. നമ്മളാണ് സമൂഹത്തിന് മാതൃകയാവേണ്ടത്, നമ്മളാണ് സ്ട്രോങ് ആയി നിൽക്കേണ്ടത്, നമ്മളാണ് എൻ്റെ വ്യക്തിത്വം സെൽഫായിട്ട് കുറച്ച് സ്നേഹം ഉണ്ടായിരിക്കുക. അപ്പോഴാണ് സൂയിസൈഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയിലേക്ക് പോകാതിരിക്കുക. നമ്മളെ കുറച്ച് സ്നേഹത്തോടെ നമുക്ക് കുറച്ച് ഭംഗി വേണമെന്ന് തോന്നും, കുറച്ച് സെൽഫായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും. അതുകൂടാണ്ട് എനിക്ക് നല്ല മെസ്സേജുകൾ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഒരുപോലൊക്കെ തന്നെയാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, എനിക്കെല്ലാം നഷ്ടമായെന്ന് തോന്നിയ സമയത്താണ് ഞാൻ ആ നിലനിൽപ്പിലൂടെ വീണ്ടെടുത്തൊരു വ്യക്തിത്വമാണ് ഞാൻ. പക്ഷേ ഒരുപാട് വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോവേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇനി കടന്നു വരുന്നവരായിക്കോട്ടെ, ഇനി പോയിക്കൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കമ്മ്യൂണിറ്റികളോ മനുഷ്യരോ ആയിക്കോട്ടെ, അത് സ്ത്രീയെന്നോ ട്രാൻസെന്നോ ക്യൂർ മനുഷ്യരെന്നോ ഒന്നും ഒരിക്കലും ഇവിടെ വ്യത്യസ്തരല്ല. നമ്മളെല്ലാവരും ഒരേപോലെ പറയാണ്. അവരോടൊക്കെ പറയാനുള്ളത് നമ്മളെന്നും നമ്മളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന ഒരു നുള്ളു സ്നേഹമെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് കൊടുക്കുക. അതുപോലെ ഞങ്ങൾക്കും ഒരു നുള്ളു സ്നേഹം നിങ്ങളിലൂടെ കാണുന്ന ഞങ്ങളോട് കാണുന്ന പ്രതിച്ഛായ മാറ്റി നിങ്ങളെ പോലുള്ള മനുഷ്യരാണ്, ചോരയും നീരുമുള്ള മനുഷ്യരാണ്. ഒരു കമൻ്റ് എഴുതുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളെ നെറ്റ് ചുളുക്കുമ്പോഴാണെങ്കിലും ഞങ്ങളും ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് ഇവിടം വരെ എത്തിയ വ്യക്തികളാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ കൊടുക്കുമ്പോൾ ഞങ്ങളെ എല്ലായിടത്തും അടിച്ചമർത്താൻ 365 ദിവസം ഞങ്ങളെ അടിച്ചമർത്തുമ്പോഴും ഞങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും പുഞ്ചിരിക്കാനുള്ള ഒരു മനുഷ്യത്വമായിട്ടുള്ള ഒരു നീതി നിങ്ങൾക്ക് തരണം. പിന്നെ ക്യൂർ മനുഷ്യരോട് പറയാനുള്ളത് എപ്പോഴും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അതിനെ പോലെ ഇന്ന് നമ്മുടെ ക്യൂർ ക്ലബിൻ്റെ 3ാമത്തെ ഇവൻ്റ് ആയിരുന്നു. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ടും ശ്രദ്ധിച്ച് കേട്ടൊരു പ്രോഗ്രാം ആയിരുന്നു വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന അല്ലെങ്കിൽ അവർ സൈലൻ്റായിട്ട് ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ്, അവർ കടന്നു പോകുന്ന കുറേ പ്രതിസന്ധികളെ കുറിച്ചിട്ട് ഒട്ടും അറിവില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി. നമ്മളിവിടെയുള്ള ഓരോരുത്തർക്കും അത് മനസ്സിലാക്കാൻ പറ്റി. സ്വീറ്റി മമ്മി വളരെ വിശദമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്താണെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇത്രയും ട്രാവൽ ചെയ്ത് എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ എത്തിയ സ്വീറ്റി മമ്മിയോട് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പരിപാടിയിലോട്ട് വന്ന് പങ്കെടുത്ത എല്ലാവരോടും ഞാൻ പേഴ്സണലി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് പറയാം.